ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മിനി പ്രോഗ്രാമർ ബയോസ് ഐ സി പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന മിനി പ്രോഗ്രാമറാണ്. ഫ്ലാഷ് ഐ സി, അതായത് ഫ്ലാഷ് ഐ സി പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന മിനി പ്രോഗ്രാമറാണ് പരിചയപ്പെടുന്നത്. ഇത് 341A പ്രോഗ്രാമർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ സിമ്പിളായിട്ട് ലളിതമായിട്ട് ചെയ്യുവാനുള്ള ഒരു പ്രോഗ്രാമറാണിത്. അല്ലാതെ വില കൂടിയ നല്ല പ്രോഗ്രാമറൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വളരെ വില കുറഞ്ഞ ഏകദേശം ഒരു 300 രൂപയാണ് ഇതിന് വരുന്നത്. ഈ പ്രോഗ്രാമർ വെച്ചിട്ട് നമുക്ക് ഈ ഐ സികൾ, അതായത് ഈ ഐ സികൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇത് 8 കാലുള്ള 25Q 16, 25Q 32, 25Q 64, 25Q 128. ഇവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് 25Q 128ൻ്റെ ഫ്ലാഷ് ഐ സി ആണ്. നമുക്കിതിൻ്റെ കാലുകൾ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതാണ് സി എസ്, അതായത് ചിപ്പ് സെലക്ട്. ഇത് ഡാറ്റ ഔട്ട്പുട്ട്. ഇതിലൊരു ഡാറ്റ ഔട്ട്പുട്ടിന് ഈ കാലാണ് വേണ്ടത്. പിന്നെ അടുത്തത് പ്രൊട്ടക്ഷൻ, ഈ ഐ സി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാലാണിത്. പിന്നെ ഇത് ഗ്രൗണ്ട് GND. ഇതെന്ന് പറയുന്നത് 3.3 വോൾട്ട് VCC ആണ്. ഇതിനകത്തേക്ക് വോൾട്ടേജ് കൊടുക്കുന്നത് ഈ 3.3 വോൾട്ടിലൂടെയാണ്. ഇത് റീസെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ക്ലോക്ക് സിഗ്നൽ. പിന്നെ ഈ വരുന്നത് ഡാറ്റ ഇൻപുട്ടാണ്. അങ്ങനെയാണ് 8 കാലുകൾ. അപ്പോൾ ഇതിനകത്ത് പ്രശ്നമുണ്ട്. നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എല്ലാ കാലിൻ്റെയും ആവശ്യമില്ല. അതായത് പ്രൊട്ടക്ഷൻ അതിലേലും കുഴപ്പമില്ല, റീസെറ്റ് ഇതിലേലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ 3.3 വോൾട്ട് എന്നുള്ളത് ഈ ബോർഡിൻ്റെ ഫ്രണ്ടിലത്തെ പാനലിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. 3.3 വോൾട്ട്. അതുപോലെ ഗ്രൗണ്ട് നമുക്ക് ബോഡിയിൽ നിന്ന് എവിടെ നിന്ന് എടുത്താൽ മതി, എടുക്കാൻ പറ്റും. മെയിനായിട്ട് വേണ്ടത് CS, അതായത് ഒന്നാമത്തെ കാല് CS വരുന്നുണ്ട്. അതായത് ഒന്നാണ് ഈ ഒരു പാട് കാണുന്നത്. ഇത് നമ്മൾ നോക്കുക. ഇതാണ് 1, 2, 3, 4. പിന്നെ വരുന്നത് 5, 6, 7, 8. 8 കാല് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കാലുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഈ ഐ സിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ രീതിയാണ്. ഇനി ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത്, അതായത് ഈ ഐ സി, ഈ പറഞ്ഞ ഈ ഐ സി നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ക്ലിപ്പ് വെച്ചിട്ട് ഈ ക്ലിപ്പിൻ്റെ ഈ ഭാഗം നമുക്ക് പ്രോഗ്രാമറിൻ്റെ ഇവിടെ ഇൻസർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രോഗ്രാമറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഈ പ്രോഗ്രാമറിന് 2 ടൈപ്പ് ഐ സികളാണ് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് 25Q സീരീസിൽപ്പെട്ടതും 24Q സീരീസിൽപ്പെട്ട ഐ സികളുമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം 25 ഒരു ഡബിൾ എക്സുലേറ്റർ ഉണ്ട്, അത് 25ൻ്റെയാണ്. തൊട്ടടുത്ത് കാണുന്നത് 24ൻ്റെയാണ്. നമ്മൾ ചെയ്യേണ്ടത് 25Q ആണ്. അതുകൊണ്ട് നമ്മൾ ഈ പോർട്ട്, ഇതാണ് ഈ പോർട്ട്, ഈ ആദ്യത്തെ കാണുന്ന ഈ പോർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ലോക്ക് ചെയ്യാനുള്ള ലോക്കാണിത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ബയോസ് ചെയ്യുന്നതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. 25, 24 2 ഐ സി വയ്ക്കുന്ന കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഗ്രൗണ്ട് ഉണ്ട്, മോസ്, CS, ക്ലോക്ക്, 5 വോൾട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പുറം സൈഡ് നോക്കുക. ഈ സൈഡിൽ TXD, RXD, GND, 5 വോൾട്ട്. ഇത് നമ്മൾ RS-232 ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട്, അതായത് നമ്മുടെ ഡൗൺലോഡർ ഉപയോഗിച്ച് ചെയ്യുന്ന GS ഡൗൺലോഡർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗൺലോഡർ ഉപയോഗിച്ച് നമ്മൾ RS-232 വെച്ച് ചെയ്യുമ്പോഴാണ് ഈ പിന്നുകൾ ഉപയോഗിക്കുന്നത്. ഈ പിന്നുകൾ ഉപയോഗിക്കണമെങ്കിൽ ഇതിനകത്ത് TTL കണക്ടർ എന്ന് പറയുന്നൊരു കണക്ടർ ആവശ്യമാണ്. നമ്മൾ TTL കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് TTL കണക്ടർ. ഈ TTL കണക്ടർ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിലും കൊടുത്തിട്ടുണ്ട് RS, TX, GND, VCC വോൾട്ടേജ്. TTL കണക്ടറിലുള്ള വോൾട്ടേജ് 5 വോൾട്ടാണ്. നമ്മൾ ബോർഡിൽ വരുന്നത് 3.3 വോൾട്ടാണ്. ഇവിടെ 5 വോൾട്ടാണ്. ഈ 5 വോൾട്ട് പ്രോഗ്രാമറിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇതാണ് സീരിയൽ പോർട്ട്, അതായത് നമ്മുടെ RS-232. ഇതിനകത്ത് DB9 എന്ന് പറയും. 9 പിന്നാണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെ പിടിക്കുമെന്ന് നോക്കുക. ഇതിനകത്ത് ഈ പിന്നാണ് 1, ഇവിടെ നിന്ന് 5. നമുക്ക് വേണ്ടത് 2, 3, 5.
ഇത് നമ്മൾ RS-232 വഴി റിസീവർ പ്രോഗ്രാം ചെയ്യാൻ നേരത്താണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ഇതാണ് വേണ്ടത്, സോറി 3 ഇതാണ് വേണ്ടത്. അതായത് രണ്ടാമത്തെ പിന്ന്, മൂന്നാമത്തെ പിന്ന്, അഞ്ചാമത്തെ പിന്ന്. രണ്ടാമത്തെ പിന്ന് RX ആണ്, മൂന്നാമത്തെ പിന്ന് TX ആണ്, ലാസ്റ്റ് 5 പിന്നെന്ന് പറയുന്നത് GND ഗ്രൗണ്ടാണ്. ഇത് രണ്ടും നമ്മൾ ബോർഡിൽ വരുമ്പോൾ ബോർഡിൽ നിന്ന് ഈ സീരിയൽ പോർട്ടിലേക്ക് കൊടുക്കുമ്പോൾ RX TXലേക്കും TX RXലേക്കും വേണം കൊടുക്കാനായിട്ട്. അതായത് RX TXലേക്കും TX RXലേക്കും വേണം. RX എന്ന് പറയുന്നത് റിസീവിങ് ഡാറ്റയാണ്, TX എന്നത് ട്രാൻസ്ഫറിങ് ഡാറ്റയാണ്, പിന്നെ ഗ്രൗണ്ടാണ്. ഇതാണ് ഈ പിന്നിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചാൽ, അതായത് ഈ DB9 ഒരു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ബോർഡിൽ സീരിയൽ പോർട്ടുണ്ട്. ആ പോർട്ടിലേക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 9 പിന്നാണുള്ളത്. ഈ 9 പിന്ന് നമുക്ക് ആ സീരിയൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഇതുണ്ട്. 10ാമത്തെ കട്ട് ചെയ്തിട്ടേക്കുവാണ്. 10ാമത്തെ പിന്ന് നമുക്ക് ആവശ്യമില്ല, 9 പിന്നാണ് വേണ്ടത്. ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ DB9 കണക്ട് ചെയ്തിട്ട് നമുക്ക് RS-232 വച്ച രീതിയിൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേറൊരു രീതി എന്ന് വെച്ചാൽ എളുപ്പം വഴി ചെയ്യാവുന്നത് ഇതുപോലത്തെ ഒരു ക്യാരിയർ വാങ്ങിക്കുക. ഈ ക്യാരിയറിനകത്ത് കണ്ടോ IC വെച്ചാണുണ്ടോ, IC വയ്ക്കുക. IC വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുത്തു വരുന്ന സൈഡ്, അതായത് ആ ഡോട്ട് വരുന്ന സൈഡ് ഇവിടെ ഇതിനകത്ത് ഈ ലിവറിൻ്റെ സൈഡിൽ വരണം, ഈ ലിവറിൻ്റെ ഈ സൈഡിൽ വരണം, ലിവറിൻ്റെ സൈഡിൽ വരണം, ഇവിടെ വരണം, ഈ ലിവർ ഇരിക്കുന്ന സൈഡിൽ വരണം. പിന്നെ അകത്തൊരു ജമ്പർ ഇട്ടിട്ടുണ്ട്. ആ ജമ്പർ നമ്മൾ ഫ്ലാഷ് IC ഇതിനകത്ത് വെച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ 1ഉം 2ഉം തമ്മിലാണ് ജമ്പർ ഇടേണ്ടത്. നമ്മൾ അല്ലാതെ TTL കണക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് RX-232 ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, RS-232 ഉപയോഗിച്ചാണ് ചെയ്യണമെങ്കിൽ ഇത് 2ഉം 3ഉം കൂടിയാണ് ജമ്പർ. ഈ ജമ്പർ ഊരിയിട്ട് 2ലും 3ലും കൂടി ഇടണം. അപ്പോൾ ഇതാണ് ഇത് 2 ബൾബുണ്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് കണക്ട് ചെയ്യുമ്പോൾ ഈ ബൾബ് കത്തും, പ്രോഗ്രാം IC കണക്ട് ചെയ്യുമ്പോൾ ഈ ബൾബും കത്തും, 2 ബൾബ്. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. ഇത് USB പോർട്ടിലേക്ക് നമ്മൾ ചെയ്താൽ മതി. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നമുക്ക് ICയുടെ കാലുകളും അതിനെക്കുറിച്ചുള്ള സ്പെസിഫിക്കേഷനും ഇതാണ്. നമ്മൾ CH341A പ്രോഗ്രാമറിൻ്റെ ലോഡർ, അതായത് സോഫ്റ്റ്വെയർ, അത് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുത്തിട്ടുണ്ട്. നമ്മളിനി അതെങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് കണക്ട് ചെയ്തത്. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലെ പോർട്ട് USB കണക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഞാനൊരു എക്സ്ട്രാ ഒരു USB പോർട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ IC ഡിക്റ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് ആദ്യം കണക്ട് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ എടുത്തിട്ട് ഇതിനകത്ത് ഡിറ്റക്റ്റ് എന്ന് പറയുന്നൊരു ഇതുണ്ട്, അത് നമുക്ക് കൊടുക്കുക. കണ്ടോ, IC ഡിറ്റക്റ്റ് ആയി. IC ഡിറ്റക്റ്റ് ആയി കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഇവിടെ ഇത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓൾറെഡി 25Q അതിൻ്റെ അതെല്ലാം കറക്റ്റായിട്ട് വരും. അപ്പോൾ 25Q64 അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. പിന്നെ IC കറക്റ്റായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ താഴോട്ടുള്ള ഈ ഡീറ്റെയിൽസ് വരികയുള്ളൂ. ഈ താഴോട്ടുള്ള ഡീറ്റെയിൽസ് IC കണക്റ്റ് ആയാൽ മാത്രമേ വരുള്ളൂ. അത് നോക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിത് കണക്റ്റ് ആയിട്ടുണ്ട്, ഡിറ്റക്റ്റ് ചെയ്തു. അടുത്തത് ഇതിനകത്ത് റീഡ്, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാനായിട്ട് റീഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം റീഡ് എടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ താഴെ ഇതിന് റീഡിങ് കാണിക്കും. ഈ IC ഞാൻ ഒരുപാട് തവണ പ്രോഗ്രാം ചെയ്ത IC ആണ്. അതുകൊണ്ട് ഈ ICക്ക് അത്ര നല്ല IC പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത് ഉപയോഗിച്ച IC ആണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതൊന്ന് പ്രോഗ്രാം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഇതിനകത്ത് പ്രോഗ്രാം ഉണ്ട്, അത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ കാണിക്കും. ഇപ്പോൾ പ്രോഗ്രാം ഇല്ല എങ്കിൽ ഇത് ഇതുപോലെ കാണിക്കുള്ളൂ. പ്രോഗ്രാം ഇല്ല എങ്കിൽ എല്ലാം ഈ ബ്ലാങ്ക് ആയിട്ട് കാണിക്കും, ഒന്നും അതിനകത്തുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എല്ലാം പ്രോഗ്രാം വരും. %70 92% ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്ക്, കൃത്യമായിട്ട് ഇതിനകത്തുള്ള മുഴുവൻ പ്രോഗ്രാമുകളും വന്നു. അപ്പോൾ ഇതിനകത്ത് പ്രോഗ്രാം ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ ഈ IC പ്രോഗ്രാം ചെയ്യണം എന്ന് കരുതുക. പ്രോഗ്രാം ചെയ്യേണ്ടത് ആദ്യം നമ്മൾ
ഇതിനകത്തുള്ളത് മുഴുവനും എറൈസ് ചെയ്യണം. അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, എറൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ എറൈസ് ക്ലിക്ക് ചെയ്യുക. നോക്കുക, പെട്ടെന്ന് തന്നെ എല്ലാം എറൈസായി കംപ്ലീറ്റ് പോയി. ഇനി നമ്മൾ വീണ്ടും റീഡ് നോക്കുക, ഇതിനകത്ത് പ്രോഗ്രാം ഉണ്ടോ എന്ന്, എറൈസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി റീഡ് കൊടുത്തു. ഞാനിപ്പോൾ യൂസ് ചെയ്യേണ്ടത് കാരണം വീഡിയോയുടെ ലെങ്ത് ഒത്തിരി നീണ്ടു പോകുന്നു. മൊത്തം ബ്ലാങ്കായി, കണ്ടോ, 100% കംപ്ലീറ്റ് ആയി. അപ്പം മുഴുവനും ബ്ലാങ്കായി. ഇപ്പോൾ ഈ IC ഒന്നുമില്ല, എല്ലാം ഇതിനകത്തുണ്ടായിരുന്ന പ്രോഗ്രാമുകളെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് പുതുതായിട്ട് പ്രോഗ്രാം ചെയ്യണം. ഈ IC പ്രോഗ്രാം ചെയ്യാനായിട്ട് ആദ്യം ഫയൽ ഓപ്പൺ ചെയ്യുക. അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട പ്രോഗ്രാം എവിടെയാണോ ഡെസ്ക്ടോപ്പിൽ നമ്മൾ എവിടെയും ഇടുവാണെങ്കിൽ നമുക്ക് എളുപ്പം അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ അത് ഇട്ടിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഫോൾഡറിൽ നിന്നോ ഒക്കെ നമുക്ക് എടുക്കാം. ഡെസ്ക്ടോപ്പിൽ ഞാൻ ഈ lpy.all.bin എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഞാൻ ഇതിനകത്ത് കയറ്റാൻ പോകുന്നത്. അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ടിക്ക് ചെയ്തു. ഈ ടിക്കിൽ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓൾറെഡി ഇതിനകത്ത് ആ പ്രോഗ്രാം ഇതിലേക്ക്, അതായത് ഇതിൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്തിരുന്നത് ഡെസ്ക്ടോപ്പിൽ നിന്നും ഈ പ്രോഗ്രാമറിലേക്ക് ഈ പ്രോഗ്രാം മൊത്തം വന്നു. ഇനി ഈ പ്രോഗ്രാം നമ്മൾ IC കയറണം. അതിന് ചെയ്യേണ്ടത് ഇവിടെ പ്രോഗ്രാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കാണാൻ പറ്റും പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ ഇതുപോലെ റീഡ് ചെയ്ത് വരും. ഞാനൊന്ന് യൂസ് ചെയ്യാണ്. നോക്കുക, 94%. ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഈ പ്രോഗ്രാം ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത്യാവശ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പ്രോഗ്രാം കംപ്ലീറ്റ് 100% ആയിട്ടുണ്ട്. 100% ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വെരിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം കയറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെരിഫൈ ചെയ്യുക. വീണ്ടും ഇതുപോലെ തന്നെ റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് 100% വരണം. അപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്തപ്പോൾ ഇത് വന്നിട്ടുണ്ട്. വെരിഫൈ 100% ആയി. 100% ആയി കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ IC പ്രോഗ്രാം കയറി. ഈ രീതിയിലാണ് നമ്മൾ CH341A ഉപയോഗിച്ച് പ്രോഗ്രാമർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും.